സ്തോത്രം. കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വന്നുയർന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനം. വിശേഷിച്ച് ഈ രാത്രിയിൽ നമ്മോടൊപ്പം സിഡ്നിയിൽ നിന്നും കുടുംബമായിട്ട് കടന്നു വന്ന കർത്താവിൻ്റെ ദാസൻ പ്രിൻസ് ഫിലിപ്പ് അല്ലേ, പ്രിയ സിസ്റ്റർ ലയയുടെ മൂത്ത സഹോദരിയും കുടുംബമാണ്. ആ കർത്താവിൻ്റെ ഭൃത്തിനെയും കുടുംബത്തെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കടന്നു വന്നതിൽ വളരെ സന്തോഷം. ദൈവം അനുവദിച്ചാൽ നാളെ വൈകുന്നേരവും കർത്താവിൻ്റെ ഭൃത്തിനും കുടുംബവും നമ്മോടൊപ്പം ഉണ്ടായിരിക്കും. ദൈവവചനത്തിൽ നിന്ന് നമ്മോട് ശുശ്രൂഷിക്കുന്നതാണ്. എല്ലാ പ്രിയപ്പെട്ടവരും കടന്നു വരണം എന്ന് അപേക്ഷിക്കുന്നു. ഇസ് ദാറ്റ് പ്രിയ? ഓ, ഒളിച്ചിരിക്കുകയായിരുന്നു. ഓക്കെ, പ്രൈസ് ലോർഡ്. കടന്നു വന്നത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവർക്കും വന്ദനം. ഈ രാത്രി സമയം നമ്മുടെ ഫാസ്റ്റിംഗ് പ്രയറിൻ്റെ ആദ്യത്തെ സെഷനാണല്ലോ. നാളെ രാവിലെ 10:30 തൊട്ട് 12 o'clock വരെയുള്ള സെഷനും ഈവനിങ്ങിലുള്ള സെഷനുമുണ്ട്. ദയവായിട്ട് എല്ലാവരും കടന്നു വരണം എന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. ഈ രാത്രി സമയം തുടർന്ന് അല്പസമയം കർത്താവിൻ്റെ വചനം നമുക്ക് ഒരുമിച്ച് ധ്യാനിക്കാം. എൻ്റെ ഹൃദയത്തിലേക്ക് നിങ്ങളോട് സംസാരിപ്പാൻ എനിക്ക് ലഭിച്ച ഒരു ചിന്ത നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യട്ടെ. ഗലേഷ്യൻസ്, ബുക്ക് ഓഫ് ഗലേഷ്യൻസ്, എപ്പിസോഡ് ഓഫ് ഗലേഷ്യൻസ്. അല്പം ചില കാര്യങ്ങൾ വളരെ പെട്ടെന്ന് ആ തിരുവചന ഭാഗത്ത് നമുക്ക് ചിന്തിക്കുകയും ചെയ്യാം. ഗലേഷ്യൻസ് ചാപ്റ്റർ 1, ഫസ്റ്റ് ചാപ്റ്റർ, 1-ാമത്തെ അധ്യായം, അതിൻ്റെ 1 മുതൽ 5 വരെയുള്ള വേദഭാഗങ്ങൾ. മനുഷ്യരിൽ നിന്നല്ല, മനുഷ്യനാലുമല്ല, യേശുക്രിസ്തുവിനാലും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച പിതാവായ ദൈവത്താലും അത്രേ അപ്പോസ്തലനായ പൗലോസും കൂടെയുള്ള സകല സഹോദരന്മാരും എഴുതുന്നത്. പിതാവായ ദൈവത്തിങ്കിൽ നിന്നും നമ്മുടെ ദൈവവും പിതാവുമായവൻ്റെ ഇഷ്ടപ്രകാരം ഇപ്പോഴത്തെ ദുഷ്ടലോകത്തിൽ നിന്ന് നമ്മെ വിടുവിക്കേണ്ടതിന് നമ്മുടെ പാപങ്ങൾ നിമിത്തം തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തവനുമായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിങ്കിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. അവൻ എന്നേക്കും മഹത്വം. ആമേൻ. പ്രൈസ് ലോർഡ്. അപ്പോസ്തലനായ പൗലോസിൻ്റെ ഒരുപക്ഷെ പൗലോസിൻ്റെ ആദ്യത്തെ ലേഖനമാണ് ഗലാത്യ ലേഖനം. ആൻഡ് ദിസ് ഈസ് പ്രോബബ്ലി വൺ ഓഫ് ദ ഫസ്റ്റ് ന്യൂ ടെസ്റ്റ്മെൻറ്റ് ബുക്സ് ആസ് വെൽ. പുതിയ നിയമത്തിൽ ഒരുപക്ഷെ ആദ്യം എഴുതപ്പെട്ട പുസ്തകങ്ങളുടെ കൂട്ടത്തിൽ ഒരു ലേഖനമായിട്ട്, ഒരു റൈറ്റിംഗ് ആയിട്ട് ഇതിനെ കാണുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. പൗലോസ് ഈ ലേഖനത്തിൽ വളരെ പ്രാധാന്യമുള്ള കാര്യങ്ങളാണ് പറയുന്നത്. പൗലോസ് ഉപയോഗിക്കുന്ന ഭാഷ നമ്മൾ ശ്രദ്ധിച്ചാൽ വളരെ വളരെ ഹാർഷായിട്ടുള്ള ഒരു ഭാഷ പോലെ നമുക്ക് തോന്നും. കാരണം 1-ാമത്തെ അധ്യായം തന്നെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ, ഞങ്ങൾ ഈ പറയുന്നതിന് വിരുദ്ധമായിട്ട് ആരേലും പറഞ്ഞാൽ let him be eternally accursed. Paul uses some very sharp language. And why does Paul do that? എന്തുകൊണ്ടാണ് പൗലോസ് അങ്ങനെയുള്ള പ്രയോഗങ്ങൾ ഈ ലേഖനത്തിൽ ഉപയോഗിക്കുന്നത്? Even he uses, when you come to talking about നമ്മൾ പരിച്ഛേദനയെക്കുറിച്ചൊക്കെ ഈ ലേഖനത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ പോൾ പറയുന്ന വാക്കുകൾ ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര അജിറ്റേറ്റഡ് ആയിട്ട് താൻ വാക്കുകൾ ഉപയോഗിക്കുന്നത് പോലെ നമുക്ക് തോന്നും ശ്രദ്ധിച്ചു വായിച്ചാൽ. എന്തുകൊണ്ടാണ് പൗലോസ് അങ്ങനെ പറയുന്നത്? അത് പോളെന്ന ആ ദൈവഭൃത്തിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയാൽ, വിശേഷിച്ച തെസ്സലോനിക്ക ലേഖനത്തിൻ്റെ
2-ാം അധ്യായമൊക്കെ നമ്മൾ വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം പറയുന്നത്, ഞാൻ നിങ്ങളെ ഒരു അമ്മയെപ്പോലെയാണ് നിങ്ങളെ കരുതിയത് എന്നൊക്കെയാണ് തെസ്സലോനിക്കർക്ക് പറയുന്നത്, അവരോട് പറയുന്നത്. He equates himself to a caring mother, and a mother has the best for his child, and a mother always thinks about the well-being of a child. And Paul equates himself as a mother to them when he writes to Thessalonians. But here in this epistle he uses some harsh languages, and what we can make of it. എന്തുകൊണ്ടാണ് പൗലോസ് അങ്ങനെയുള്ള ഭാഷ താൻ ഉപയോഗിക്കുന്നത്? അത് മനസ്സിലാകാൻ വേണ്ടി ഞാൻ പറയാം. എന്തുകൊണ്ടാണ് പോൾ അങ്ങനെ ഉപയോഗിക്കുന്നത്? നമ്മുടെ കുഞ്ഞുങ്ങൾ ആരെങ്കിലും സപ്പോസ് ഈ കോമ്പൗണ്ടിന് വെളിയിലേക്ക് ഗേറ്റ് കടന്ന് നമ്മുടെ കൈ വിട്ട് ഓടുക എന്നിരിക്കട്ടെ, നമ്മൾ എന്തു ചെയ്യും? നമ്മൾ നമ്മുടെ സർവശക്തി ഉപയോഗിച്ച് ആ കുഞ്ഞിനെ പിടിക്കാൻ ഓടും എന്ന് മാത്രമല്ല, വലിയ ശബ്ദം നമ്മളുണ്ടാക്കും, അല്ലേ? വലിയ ശബ്ദം ഉണ്ടാക്കും. അതിൻ്റെ കാരണം എന്താ? അതിൻ്റെ കാരണം അതുണ്ടാക്കിയില്ലെങ്കിൽ ആ കുഞ്ഞ് ഒരു വലിയ ആപത്തിലേക്കാണ് പോകുന്നത് എന്നുള്ള ചിന്തയാണ്. ഏകദേശം അതേ മനോഭാവത്തിലാണ് പൗലോസ് ഗലാത്യർക്കുള്ള ലേഖനം എഴുതുന്നത്. കാരണം പൗലോസും ബർന്നബാസും അപ്പോസ്തല പ്രവൃത്തി 13-14 അധ്യായങ്ങളിലാണ് ഈ ഗലാത്യ പ്രദേശങ്ങളിൽ കർത്താവിൻ്റെ സുവിശേഷവുമായിട്ട് കടന്നു പോകുന്നത്. വി റീഡ് അബൌട്ട് ദ കോണ്ടെക്സ്റ്റ്, ദ ബാക്ക്ഗ്രൗണ്ട് of this epistle of Galatians. We read that in Acts of the Apostles chapter 13 and 14. And 13 and 14, by the way, is the first missionary enterprise, first missionary journey of the Apostle Paul and his company. And they were sent out from Syrian Antioch, and they traveled all the way down to the Galatian cities after they sailed from Pamphos. പാംഫോസിൽ നിന്ന് സൈപ്രസിൽ വന്നു. അവിടെ നിന്ന് നേരെ യാത്ര ചെയ്ത് ആ മെയിൻ ലാൻഡിലേക്ക് വരുന്നു, ദർബയിലേക്ക് വരുന്നു, പിന്നെ യാത്ര ചെയ്ത് ഗലാത്യ പ്രദേശങ്ങളിലേക്ക് വരുന്നു. അതാണ് 13-14 അധ്യായങ്ങളിൽ അപ്പോസ്തല പ്രവൃത്തിയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അവിടെ അന്ത്യോക്യ, പിസിദിയ ദേശത്തുള്ള അന്ത്യോക്യ, ഇക്കോന്യ, ലുസ്ത്ര, ദർബെ, ആ പട്ടണങ്ങളിൽ സുവിശേഷം പ്രസംഗിക്കുന്നു. പോൾ comes down to that Galatian, it is not exactly the Roman province of Galatia, but what is commonly called as South Galatian cities. Other Antiochia, the Antiochian Pisidia, Iconium, Lystra and Derbe. These are the 4 cities Paul traveled and evangelized. He preached the gospel. അവിടെ കടന്നുപോയി സുവിശേഷം പറഞ്ഞു, അനേകർ കർത്താവിലേക്ക് വന്നു. എന്നാൽ 1-ാം നൂറ്റാണ്ട് മുതൽ പൗലോസ് മാത്രമല്ല എല്ലാ അപ്പോസ്തലന്മാരും ഫേസ് ചെയ്തതാകുന്ന ഒരു വലിയ ത്രെട്ട് എന്താണെന്നറിയാമോ? അത് മറ്റൊന്നുമല്ല, സത്യ സുവിശേഷത്തെ കറപ്റ്റ് ചെയ്യുക എന്നുള്ള ഒരു പൈശാചികമാകുന്ന ഒരു വലിയ ഭീഷണി അവിടെ ഉണ്ടായിരുന്നു. പ്യുവർ ഗോസ്പൽ, ആ പ്യുവർ ഗോസ്പലിനെ, അതിനെ കറപ്റ്റ് ചെയ്യുക. അപ്പോൾ ആ ഗോസ്പലിനെ കറപ്റ്റ് ചെയ്താൽ ആ ഗോസ്പൽ അനുസരിച്ച് വരുന്നവരെല്ലാം നിത്യതയിലേക്ക് പോവുകയല്ലെന്ന് പിശാചിനറിയാം. ഇതാണ് അതിൻ്റെ ഡേഞ്ചർ.
സത്യസുവിശേഷമല്ലാത്തതിൽ നിന്നും നമ്മെ വ്യതിചലിപ്പിക്കുന്നതൊന്നും നിത്യതയിലേക്ക് നയിക്കുകയില്ല. അപ്പോൾ അതാണ് അവിടുത്തെ ഡേഞ്ചർ. Paul is so concerned about these churches and what was the heresy they propagated there. ഏത് ദുരുപദേശമാണ് അവർ പറഞ്ഞത്? ഇവിടെയാണ് പിശാചിൻ്റെ വലിയ ഒരു കെണി. പല സന്ദർഭങ്ങളിലും ഈ ഒരു കെണിയാണ് അനേകർ വീണ് കിടക്കുന്ന ഒരു കെണി. എന്ന് പറഞ്ഞാൽ, കെണിയെന്ന് പറഞ്ഞാൽ തന്നെ, ട്രാപ്പ് എന്ന് പറഞ്ഞാൽ തന്നെ, ബൈ ഡെഫിനിഷൻ, if a person falls into a trap, he doesn't go there knowing fully well it is a trap. He doesn't walk into a trap. No. The trap is so attractive that a person walks into it innocently. That's what happens always. ഈ കെണി ഒരുക്കുന്നതിൻ്റെ സവിശേഷത എന്താണെന്നറിയാമോ? കെണികളെല്ലാം തന്നെ അതിൽ ചെന്ന് പെടുന്നവർ ഒന്നും അറിയാതെ സിൻസിയറായിട്ടാണ് ചെന്ന് പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് സുവിശേഷത്തിൻ്റെ ആ പരമാർത്ഥത എന്തെന്നുള്ളത് നമ്മൾ ഓരോ ദിവസവും റിഫ്രഷ് ചെയ്തുകൊണ്ടിരിക്കണം. അതിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്തു പോകുന്നുണ്ടോ അല്പമെങ്കിലും? ഇത് വളരെ ഇമ്പോർട്ടൻ്റാണ്. കാരണം പ്രിയപ്പെട്ടവരെ, ഞാനൊരു കാര്യം അറ്റ് ദ ഔട്ട്സെറ്റ് പറയാൻ ആഗ്രഹിക്കുക. കർത്താവ് ക്രൂശിൽ മരിച്ചത് നമ്മുടെ ഫോളൻ നേച്ചറിൽ ഉണ്ടായിരുന്ന താല്പര്യങ്ങളെ സാധിപ്പിച്ചു തരാനല്ല. അത് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കണം. നമ്മുടെ ഫോളൻ നേച്ചർ, ക്രൈസ്റ്റ് ഡിഡ് നോട്ട് ഡൈ ഓൺ ദ ക്രോസ് to fulfill our whims and fancies in our fallen nature. Our fallen nature is corrupt. Our fallen nature always, നമ്മൾ നമ്മെ തന്നെയാണ് നമ്മളെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. നമ്മുടെ താല്പര്യങ്ങളാണ് നമുക്ക് മുന്നിൽ. അതുകൊണ്ട് ക്രിസ്തു അതിനൊരു സഹായകമാകുമെങ്കിൽ നമ്മൾ എന്തോ വേണേ ചെയ്യാൻ ഒരുക്കുക. ഉപവസിക്കണോ, പ്രാർത്ഥിക്കണോ, വെള്ളത്തിൽ മുങ്ങണോ, എന്ത് വേണേൽ ചെയ്തോളാം. പക്ഷെങ്കിൽ എൻ്റെ ഈ വിഷയങ്ങളിലൊക്കെ ഒരു വലിയ പരിഹാരം വേണം. നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കണം. അപ്പോസ്തലന്മാർ പ്രസംഗിച്ച സുവിശേഷം അതാണോ? ഒരിക്കലുമല്ല. അപ്പോസ്തല പ്രവൃത്തി വായിച്ചു നോക്ക്. ഈ തലമുറയിൽ നിന്ന് രക്ഷപ്പെടുവീനെന്നാണ് അവർ പറഞ്ഞേ. നോക്കിയേ, അത് പോൾ ഇവിടെ പറയുന്ന ഒരു കാര്യം. അപ്പോൾ പ്യുവർ ഗോസ്പലിൽ നിന്നുള്ള ഡീവിയേഷൻ അത് പല നിലകളിൽ വരാം. അതിൽ ഒരു കാര്യമാണ് പൗലോസ് ഈ ലേഖനത്തിൽ വിവരിക്കുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്, ഞങ്ങൾ നിങ്ങളോട് പ്രസംഗിച്ച ഈ സുവിശേഷം. അദ്ദേഹം പറയുന്ന ഒരു കാര്യം ശ്രദ്ധിക്കണം. Paul himself allows for the possibility of he himself coming after some time and preaching another gospel. അതുകൊണ്ടല്ലേ അവിടെ പറയുന്നത് ഞങ്ങളാകട്ടെ പിന്നെന്താ സ്വർഗത്തിൽ നിന്നൊരു ദൂതനാകട്ടെ. അപ്പോൾ he allows for the possibility. Even some of the people who I have seen preached the pure gospel, many have fallen away from that. Now they are preaching another gospel. പ്രിയപ്പെട്ടവരെ, ഇവിടെയാണ് പോൾ പറയുന്ന കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പൗലോസ് പറയുകയാണ്, അതിൽ നിന്നും വ്യതിചലിച്ചു പോയാൽ പോൾ പറയുന്ന let him be eternally accursed. അവൻ എന്നേക്കും ശപിക്കപ്പെട്ടവനാകുന്നു. അപ്പോൾ ശാപത്തിന് അധീനതയിലേക്ക്
പോകുവാൻ ആ സംശുദ്ധമാകുന്ന ഗോസ്പലിൽ നിന്നുള്ള വ്യതിചലനം അത് പല നിലകളിലുണ്ട്. ഇവിടുത്തെ പ്രശ്നം എന്താ? ഇവിടുത്തെ പ്രശ്നം ഇത് നമ്മൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ എന്തായിരുന്നു ഗലാത്യയിലുള്ള ദുരുപദേശമെന്ന് വ്യക്തമായി മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അപ്പോസ്തല പ്രവൃത്തി 15-ാമത്തെ അധ്യായം വായിച്ചാൽ മതി. കാരണം 15-ാമത്തെ ഇപ്പം വായിക്കണ്ട, നമുക്ക് വീട്ടിൽ പോയി നമുക്ക് വായിക്കാം. 15-ാമത്തെ അധ്യായത്തിലാണ് ഗലാത്യയിലെ പ്രശ്നത്തിന് ദൈവവചനപ്രകാരം എന്താണ് അതിൻ്റെ പരിഹാരമെന്നുള്ളത് തീരുമാനിച്ചുറപ്പിക്കുവാൻ അവിടെ ഒരു വലിയ കൂട്ടായ്മ കൂടുകയാണ്. ഒരു സുനഹദോസ്, ഫസ്റ്റ് ചർച്ച് കൗൺസിൽ എന്ന് വേണമെങ്കിൽ അതിനെ പറയാം. ഫസ്റ്റ് ചർച്ച് കൗൺസിൽ കൂടിയത് സെക്രട്ടറിയെ തിരഞ്ഞെടുക്കാനൊന്നും അല്ലായിരുന്നു. പിന്നെന്താണെന്നറിയാം, ഉപദേശ വിഷയമായിട്ടുള്ള തെറ്റുകൾ, ഡീവിയേഷൻസ് സംഭവിച്ചപ്പോൾ എന്താണ് തിരുവെഴുത്ത് പറയുന്നത് എന്നുള്ളത് നിർണയിച്ചുറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ആ കൂട്ടായ്മ കൂടിയത്. അതാണ് 15-ാമത്തെ അധ്യായം. അവിടെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഇവർ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ: യേശു കർത്താവ് രക്ഷിക്കുന്നത്. പക്ഷെങ്കിൽ യേശു കർത്താവിൻ്റെ ക്രൂശിലെ ആ പ്രവൃത്തി മാത്രം പോരാ, പിന്നെ നമ്മുടേതാകുന്ന ഒരു കോൺട്രിബ്യൂഷൻ കൂടെ അതിനകത്ത് ആവശ്യമാണ്. എന്ന് പറഞ്ഞാൽ രക്ഷയെന്നുള്ളത്, നീതീകരണം എന്നുള്ളത്, ജസ്റ്റിഫിക്കേഷൻ എന്നുള്ളത്, ഇറ്റ് ഈസ് എ ജോയിൻറ്റ് വെഞ്ചർ വിത്ത് ഗോഡ് ആൻഡ് ourselves. നാമും ദൈവവും തമ്മിലുള്ളതാകുന്ന ഒരു ജോയിൻറ്റ് വെഞ്ചറായിട്ടാണ് അവർ പഠിപ്പിച്ചത്. അത്രയേ പഠിപ്പിച്ചുള്ളത്. അതുകൊണ്ടാണ് പറഞ്ഞേ, ആ പരിച്ഛേദന നിങ്ങൾ ഏൽക്കണം, അത്രേ പറഞ്ഞുള്ളൂ. എന്നാൽ പൗലോസ് ഇവിടെ ഈ ലേഖനത്തിൽ പ്രധാനമായിട്ട് ഡീല് ചെയ്യുന്ന 2 വിഷയങ്ങളുണ്ട്. അത് ഒന്ന് പറഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് ഈ ഭാഗത്തേക്ക് മടങ്ങി വരാം. ഒന്ന്, വിശ്വാസത്താലുള്ള നീതീകരണം എന്ന വിഷയമാണ്. ഈ നീതീകരണം എന്ന് പറഞ്ഞാൽ എന്താണ്? നീതീകരണം എന്ന് പറഞ്ഞാൽ God pronouncing a sinner as though he had not sinned ever. നീതീകരണം എന്ന് പറഞ്ഞാൽ ഒരു പാപിയെ അവൻ പാപം ചെയ്തില്ല. അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? പോൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിൻ്റെ കീഴിൽ സമ്പൂർണനായ മനുഷ്യനും സമ്പൂർണ്ണ ദൈവവുമാകുന്നവൻ ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിൻ്റെ കീഴിലേക്ക് വന്നു. മരത്തിന്മേൽ തൂങ്ങുന്ന ഏവനും ശപിക്കപ്പെട്ടവൻ എന്നെഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിൻ്റെ കീഴിൽ കർത്താവായി. എന്നിട്ട് ആ കർത്താവ് നോക്കണം കുഞ്ഞുങ്ങളെ, ലിസൺ. We are talking about a very important thing, so you all should listen. I think you understand what I am talking about, right? Okay. എന്താണത്? പാപികളാകുന്ന മനുഷ്യർ, നമ്മളെല്ലാം പാപികളാണ്. കാരണം ദൈവത്തിൻ്റെ ന്യായപ്രമാണം പൂർണ്ണമായി ചെയ്യുന്നവർ മാത്രം എന്തു ചെയ്യും? അതിനെ ചെയ്യുന്നവൻ he who does shall live. അല്ലാതെ ആർക്കും ജീവിക്കാൻ പറ്റുകയില്ല. പക്ഷെ പ്രശ്നം എവിടെയാ? പ്രശ്നം ന്യായപ്രമാണത്തിൻ്റെ നീതി
എനിക്ക് നിങ്ങൾക്ക് നിവർത്തിപ്പാൻ കഴിവില്ല. അതിൻ്റെ കാരണം എന്താ? റോമാലേഖനം 8-ാം അധ്യായത്തിൽ അതിൻ്റെ 1, 2, 3 വാക്യങ്ങളിൽ ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല എന്ന് പോൾ പറഞ്ഞു തുടങ്ങിയിട്ട് ഇങ്ങനെയാണ് പറയുന്നത്: ജഡത്താലുള്ള ബലഹീനത നിമിത്തം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഫോളൻ നേച്ചറിൽ ദൈവത്തിൻ്റെ മുൻപാകെ ഒരു നീതിയും പ്രവർത്തിച്ച് രക്ഷപ്പെടാൻ നമുക്ക് കഴിയത്തില്ല. കാരണം ദൈവത്തിൻ്റെ ഗോഡ്സ് റൈച്ചസ്നെസ് ഈസ് ആസ് ഹൈ ആസ് ഹെവൻ. And even the Old Testament and the New Testament, we read, the Lord said, "Be ye holy because I am holy." ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങൾ വിശുദ്ധരാകുവിൻ. New Testament attests to that. Our Lord Jesus Christ himself said, "Just as your heavenly Father is perfect, you be perfect." നിങ്ങളുടെ സ്വർഗസ്ഥനാകുന്ന പിതാവ് സൽഗുണപൂർണനാകുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണരാകുവീൻ. അതാണ് ന്യായപ്രമാണം. അപ്പോൾ ഇത് ചെയ്യാൻ ഞാനിത് കഴിഞ്ഞിടയ്ക്ക് ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞൊരു കാര്യമാണ്. ഇത് ചെയ്യാനൊക്കുകയല്ലെന്ന് പരീശന്മാർക്ക് മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് അവരെന്ത് ചെയ്തു? അതേതായാലും പറ്റുകയില്ല, പിന്നെ നമുക്ക് നമ്മളെ കൊണ്ടാകുന്നതൊക്കെ അങ്ങ് ചെയ്യാം. എത്രത്തോളം ചെയ്യാമോ അത്രത്തോളം അങ്ങ് ചെയ്യാം. പക്ഷേ സത്യത്തിൽ ഈ പരീശന്മാർക്ക് പറ്റിയ പ്രശ്നം എന്നാണെന്നറിയാമോ? ഇന്ന് പലർക്കും പറ്റുന്ന പ്രശ്നം തന്നെയാണ് അവർക്കും പറ്റിയത്. അവർ ചിന്തിച്ചത് ഏതായാലും ദൈവത്തെ പോലെ വിശുദ്ധനാകാൻ പറ്റുകയില്ല, പിന്നെ നമുക്കാകാവുന്നതൊക്കെ ചെയ്യാം. അതുകൊണ്ടാണ് അവർ പല കാര്യങ്ങൾ ചെയ്തു. ഒരു ശബത്ത് ദിവസം എത്ര വഴി ദൂരം നടക്കാം അവർ വെച്ചു. ഇത്രയും നടന്നാൽ ശബത്തിനെ ലംഘിക്കുന്നില്ല, അതിൻ്റെ അപ്പുറം പോയാൽ ശബത്ത് ലംഘിച്ചു. കൊലപാതകമെന്ന് പറഞ്ഞാൽ എന്താണ്? അവരൊരു ഒരു ഒരു എന്താ പറയുന്നത്, അതിനെ ഒന്ന് വിശദീകരിച്ചു. കൊലപാതകം എന്ന് പറഞ്ഞാൽ ഇന്നതാണ്. പക്ഷേ യേശു വന്നേച്ച് പറഞ്ഞു, അങ്ങനല്ല. കൊലപാതകമെന്ന് പറഞ്ഞാൽ സഹോദരന് നേരെ കോപിക്കുന്നത്. അപ്പം നിങ്ങളൊന്ന് ചിന്തിച്ചേ, പുതിയ നിയമത്തിൽ ദൈവത്തിൻ്റെ നീതി നിവർത്തിച്ച് രക്ഷപ്പെടാൻ നമുക്ക് വല്ലതും പറ്റുമോ? സാധ്യമല്ല. കർത്താവ് അത് വ്യക്തമാക്കുന്നുണ്ട്. അവിടെയാണ് ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിൻ്റെ സകല നീതിയും സമ്പൂർണമായിട്ട് നിവർത്തിച്ചിട്ട് നിവർത്തിച്ച് അവിടുന്ന് സമ്പൂർണമായി പെർഫെക്റ്റായിട്ട് ഒബേ ചെയ്തിട്ട് ആ നീതി വിശ്വസിക്കുന്ന ഒരാൾക്ക് ഇങ്ങോട്ടും തന്നു. ഞാൻ അനുഭവിക്കേണ്ട ശിക്ഷ ആ ക്രൂശി കർത്താവ് എനിക്ക് വേണ്ടിയും അനുഭവിച്ചു. എന്നിട്ട് എന്നെ സ്വതന്ത്രനാക്കി വിട്ടു. അതിൻ്റെ പേരാണ് എന്ത്? നീതീകരണം. ജസ്റ്റിഫിക്കേഷൻ ഫ്രീലി ബൈ ഗ്രേസ്. ഒന്നും ചെയ്തിട്ടല്ല, ദൈവത്തിൻ്റെ വലിയ കൃപ. ആ നീതീകരണം, പ്രിയപ്പെട്ടവരെ, നീതീകരണം എന്ന് പറഞ്ഞാൽ മൈ സ്റ്റാറ്റസ് ചേഞ്ച് ഇൻ ഗോഡ്സ് കോർട്ട്. ഗോഡ് പ്രൊനൗൺസസ് മീ റൈച്ചസ്. എന്നെ പ്രൊനൗൺസ് ചെയ്യുക, എന്നെ കുറ്റവിമുക്തനാക്കുക. നീതീകരണത്തിൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. നീതീകരണത്തിൽ സാങ്ക്ടിഫിക്കേഷൻ്റെ, വിശുദ്ധീകരണത്തിൻ്റെ ആ വിത്ത്, അതിനെ എന്താ പറയുന്നത്, ആ വിശുദ്ധീകരണത്തിലേക്ക് നയിക്കുന്ന ആ ശക്തി ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെങ്കിൽ
അവിടെ ആ മോറൽ ട്രാൻസ്ഫോർമേഷൻ ഒന്നും അപ്പോൾ നടക്കുന്നില്ല. മോറൽ ട്രാൻസ്ഫോർമേഷൻ എവിടെ നടക്കുന്നതെന്നറിയാമോ? അത് വിശുദ്ധീകരണത്തില്ല. അപ്പോൾ നീതീകരണം എന്ന് പറഞ്ഞാൽ മൈ ലീഗൽ സ്റ്റാറ്റസ് ചേഞ്ചസ് ബിക്കോസ് ഗോഡ് പ്രൊനൗൺസസ് മീ ജസ്റ്റ് ആൻഡ് റൈച്ചസ്. ആ ഒരു അടിസ്ഥാനപരമാകുന്ന വിഷയം ചിലർ വന്നേച്ച് പറഞ്ഞു, ഓക്കെ, ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതൊക്കെ കൊള്ളാം, പക്ഷെ അത് മാത്രം പോരാ രക്ഷപ്പെടണമെങ്കിൽ. അവിടെയാണ് പോൾ വളരെ കർക്കശമാകുന്ന ഭാഷയിൽ അവരോട് എതിർത്ത് നിൽക്കുന്നതും ഈ ലേഖനം എഴുതുന്നതും. അപ്പോൾ നീതീകരണം എന്നുള്ളത് ആ ഒരു ഇൻസ്റ്റൻസിൽ നടക്കുന്നതാണെങ്കിൽ, വിശുദ്ധീകരണം എന്നുള്ളത് ഒരു ഓൺ ഗോയിങ് പ്രോസസ്സായിട്ടാണ് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. ഇനി ആ വേദഭാഗം നമ്മൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ 2:20 വായിച്ചപ്പോൾ നീതീകരണം, God pronouncing me just and righteous is by faith because of God's grace. വിശുദ്ധീകരണം എങ്ങനെയാണ് നടക്കുന്നത്? വിശുദ്ധീകരണം നടക്കുന്നത് എങ്ങനെയാണെന്ന് 2:20 പറഞ്ഞിട്ടുണ്ട്. ഒന്ന് വായിച്ചോളൂ. ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല. ശ്രദ്ധിക്കണം, ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുക. ഞാൻ ക്രൂശിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ somebody else crucified me. I am crucified. Okay, that happens when I first believed. അതുകൊണ്ടാണ് നഷ്ടപ്പെട്ട ഒരു പാപി യേശു കർത്താവിൽ വിശ്വസിക്കുമ്പോൾ he is finished. അവൻ കഴിഞ്ഞു. അതുകൊണ്ടാണ് 2 Corinthians chapter 5 and verse 14 ഒന്ന് വായിച്ചോളൂ. ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു, എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു എന്നും ജീവിക്കുന്നവൻ ഇനി തങ്ങൾക്കായിട്ടല്ല, തങ്ങൾക്ക് വേണ്ടി മരിച്ച് ഉയർത്തവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന്. അതിന്റെ മുകളിലുള്ള വാക്യം, അതായത് എല്ലാവർക്കും വേണ്ടി, ഓക്കെ, അത് തന്നെ നെക്സ്റ്റ് വേഴ്സ് 14. ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു, എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു. ശ്രദ്ധിക്കണം, ആ പദം ശ്രദ്ധിക്കണം. എല്ലാവർക്കും വേണ്ടി ആര് മരിച്ചു? ഒരുവൻ. ആരാ മരിച്ചത്? ക്രിസ്തു. അപ്പോൾ എന്നാ പറയുന്നേ? എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചപ്പം എല്ലാവരും മരിച്ചെന്ന്. അതാ പോൾ പറയുന്നത്, ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടു, ഫിനിഷ്ഡ് എന്ന് പറഞ്ഞാൽ when Christ was there on the cross, I was there too in Christ. ദൈവം എന്ത് ചെയ്തു? എന്നെയും ക്രിസ്തുവിൻ്റെ ക്രൂശിൽ, ക്രിസ്തുവിൽ എന്നെ കൂടെ ഇൻക്ലൂഡ് ചെയ്തു. അപ്പോൾ ക്രിസ്തു മരിച്ചപ്പം ഞാനും മരിച്ചു. I've been crucified, finished. What I was in Adam is no more. ആദ്യം ഞാൻ ആദാമിലായിരുന്നു, പക്ഷെങ്കിൽ പിതാവായ ദൈവം എന്നെ എന്ത് ചെയ്തു? ക്രിസ്തുവിൽ എന്നെ ആക്കിയത് കൊണ്ട് ആ ക്രിസ്തുവിനോടൊപ്പം ഞാനും മരിച്ചു. അപ്പോൾ ദൈവത്തിൻ്റെ നീതി നിവർത്തിക്കപ്പെട്ടു. ഏത് നിവൃത്തി? പാപം ചെയ്യുന്ന ദേഹി എന്ത് ചെയ്യും? മരിക്കും. പാപം ചെയ്യുന്നവൻ മരിക്കും.
ദൈവവചനം പറയാ, ഞാനും മരിച്ചു. ലീഗലി ആ മരണം സംഭവിക്കുന്നതാണ് നീതീകരണം. ജസ്റ്റിഫൈഡ് ഇൻ യൂണിയൻ വിത്ത് ക്രൈസ്റ്റ്. ക്രിസ്തുവുമായിട്ടുള്ള യൂണിയനിലാണ് അത് സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് ക്രിസ്ത്യാനിറ്റി എന്നുള്ളത്, പ്രിയപ്പെട്ടവരെ, മറ്റൊരു മാർഗമല്ല ക്രിസ്ത്യാനിറ്റി. ഇറ്റ് ഈസ് എ യുണീക്ക് ആൻഡ് ഓൺലി വേ ഓഫ് സാൽവേഷൻ. മറ്റ് പലതിലൊന്നല്ല. കുഞ്ഞുങ്ങളെ, നിങ്ങളാരും ചിന്തിക്കുക, don't ever think because you recited certain verses, because you said what your parents told you to say in the church, because you said I want to be baptized. No. When you really savingly by God's grace believe, you are also there in the cross in union with Christ. You are finished. And there you are proclaimed as justified. സത്യത്തിൽ ആ വാക്ക് തന്നെ, ആ ഓൾഡ്, ഞാനതിനെക്കുറിച്ച് മനസ്സിലാക്കിയപ്പോൾ ഈ ജസ്റ്റിഫൈഡ് എന്നുള്ള വാക്ക് തന്നെ ഈ ഓൾഡ് ബ്രിട്ടീഷ് സിസ്റ്റത്തിൽ ജസ്റ്റിഫൈഡ് എന്നുള്ള വാക്ക് എപ്പോഴാണ് ഉപയോഗിക്കുന്നതെന്നറിയാമോ? ഞാൻ പറയാം. ഇന്നാളെ ഓക്കെ, കോളിൻ സ്മിത്ത് വലിയൊരു കുറ്റവാളി, അദ്ദേഹത്തെ പിടിച്ചു, വലിയ കുറ്റവാളിയാണ്. ഡെത്ത് സെൻറ്റൻസ് അവന് കൊടുത്തു. ഇന്ന ദിവസം ഇത്രാം തീയതി അവനെ കൊല്ലാൻ പോവാം. നേരത്തെ പഴയ ഇംഗ്ലണ്ടിലെ കാര്യം ഞാൻ പറയുന്നത്. ദിസ് ഈസ് വെൽ ഡോക്യുമെൻറ്റഡ്. ഓക്കെ, ആ ഒരു ദിവസം നിശ്ചയിക്കുന്നു, ആ വ്യക്തിയെ തൂക്കിക്കൊല്ലുന്നു. ആ ജയിലിൻ്റെ പുറത്ത് ഒരു നോട്ടീസ് പതിക്കും, കോളിൻ സ്മിത്ത്, സൺ ഓഫ് സോ ആൻഡ് സോ, 8:30 AM in the year of our Lord. എന്നിട്ട് എന്താ പറയുന്നേ, ആ വർഷം എഴുതും, തീയതി എഴുതും. ഹാസ് ബീൻ ജസ്റ്റിഫൈഡ്. അതാണ് നോട്ടീസ്. ജസ്റ്റിഫൈഡ് എന്താ? മരിച്ചു. ഇതേ വാക്കാണ്, ഈ അർത്ഥമാണ് സത്യത്തിൽ വേദപുസ്തകം ജസ്റ്റിഫിക്കേഷൻ നൽകുന്നത്. ഇൻ യൂണിയൻ വിത്ത് ക്രൈസ്റ്റ്. ക്രിസ്തുവിനോടുള്ളതാകുന്ന ആ യൂണിയനിൽ, ബിക്കോസ് ഐ വാസ് ഇൻ ക്രൈസ്റ്റ്, ഐ വാസ് ജസ്റ്റിഫൈഡ്, ഫിനിഷ്ഡ്. ലീഗലി എന്നെ ഡിക്ലെയർ ചെയ്തു, മരിച്ചു, ജസ്റ്റിഫൈഡായി. പക്ഷെങ്കിൽ there begins a new life. ആ വാക്യം ഒന്ന് തുടർന്ന് വായിച്ചാൽ, ഇനി ജീവിക്കുന്നവർ, അങ്ങനെ ജസ്റ്റിഫൈ ചെയ്തവർ എങ്ങനെ ജീവിക്കാൻ തുടങ്ങുമെന്നാണ് പറയുന്നത്. ഇനി ജീവിക്കുന്നവർ തങ്ങൾക്കായിട്ടല്ല, തങ്ങൾക്ക് വേണ്ടിയിട്ടല്ലെന്ന്. ഇഫ് യു ഹാവ് ബീൻ ട്രൂലി ജസ്റ്റിഫൈഡ്, then you begin to live from that moment on for Christ. ഇല്ലേ? തങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, തങ്ങൾക്ക് വേണ്ടി മരിച്ച് ഉയർത്തവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന് I begin to live for Christ. കുഞ്ഞുങ്ങളെ, listen to me. Christian life is not fulfilling certain things. No, it is more than that. In union with Christ, you died on the cross. And do you know this privilege? ഈ രക്ഷാദാനം എത്ര വലുതാണെന്നറിയാമോ? How privileged we are. How
He loved us. അതുകൊണ്ടാ ലോകസ്ഥാപനം മുതൽ എന്നെയും കണ്ടല്ലോ, അല്ലേ, ലോകത്തിൽ വന്നു താൻ ജീവനെ തന്നല്ലോ. എത്ര വലിയ ഭാഗ്യമാണ്. Listen to me. Every born again child of God should begin to praise God. കാരണം in union with Christ. നമ്മളെയും കണ്ടു, നമ്മളെയും സ്നേഹിച്ചു, അല്ലേ, ക്രിസ്തുവിൽ എന്നെയും കൂടെ ഉൾപ്പെടുത്തി. ഇനി ജീവിക്കുന്നത് ഞാനല്ല, അതപ്പോൾ പറയുന്നത്. അപ്പോൾ ജസ്റ്റിഫിക്കേഷൻ സംഭവിച്ചു. അടുത്ത സ്റ്റെപ്പ് എന്താണെന്നറിയാമോ? സാങ്ക്ടിഫിക്കേഷൻ. സാങ്ക്ടിഫിക്കേഷൻ. അതുകൊണ്ടാണ് ഗലേഷ്യൻസ് 2:20, അതുകൂടെ പറഞ്ഞ് ഞാനങ്ങ് അവസാനിപ്പിക്കും. ഞാൻ വേദഭാഗത്തേക്ക് വന്നേയില്ല. ദാറ്റ്സ് ഓൾ റൈറ്റ്. ക്രോസ് ആ വിഷയം, ഈ നീതീകരണം എന്നുള്ള കാര്യമാണ്. ഗലാത്യർ 2:20, ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തുവത്രേ എന്നിൽ ജീവിക്കുന്നു. ഇപ്പോൾ ഞാൻ അപ്പോൾ ഇനി ജീവിക്കുന്നത് ഞാനല്ല. I've been crucified with Christ. It is no longer I who live, but Christ who lives in me. Christ lives in me, and that is sanctification. Okay? I died with Christ is justification. ഞാൻ ക്രിസ്തുവിനോടൊപ്പം മരിച്ചു, അതിൻ്റെ പേരാണ് നീതീകരണം. എന്നാൽ ക്രൈസ്റ്റ് ലിവ്സ് ഇൻ മീ, അതിൻ്റെ പേരാണ് എന്തെന്നറിയാമോ? വിശുദ്ധീകരണം. ശ്രദ്ധിച്ചേ, ആ വിശുദ്ധീകരണം ആൻഡ് ദ ലൈഫ് ഐ നൗ ലിവ്. ഓക്കെ, ഞാൻ ജീവിക്കുക. I now live in the flesh. I live by faith. ശ്രദ്ധിക്കണം. അപ്പോൾ നീതീകരണം കൃപയാൽ വിശ്വാസത്താൽ, വിശുദ്ധീകരണോ എങ്ങനെയാണ് സംഭവിക്കുന്നത്? വിശ്വാസത്താൽ, അല്ലേ? നോക്കിയേ, ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രനിലുള്ള വിശ്വാസത്താൽ അത്രേ. ദൈവപുത്രനിലുള്ള വിശ്വാസത്താൽ ഞാനിപ്പോ എന്ത് ചെയ്യുക? ജീവിക്കുക. ക്രൈസ്റ്റ് ലിവ്സ് ഇൻ മീ. ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു, പിന്നെ ഞാനും ജീവിക്കുക. സോ നോക്കി, എനിക്ക് ഇവിടെയാണ് എൻ്റെ ഫ്രീ വിൽ എന്ന് പറയുന്നത് വരുന്നത്. ഫ്രീ വിൽ. നേരത്തെ എനിക്ക് മരിച്ച അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ച ഒരു കാര്യമേ എനിക്കുള്ളായിരുന്നു. കാരണം ഒരു ഡിറക്ഷനിലോട്ടാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത്. എന്തോ ചെയ്താലും എൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത്. എങ്കിൽ ഇപ്പം കർത്താവ് എന്നെ എന്താക്കി? സ്വതന്ത്രനാക്കി. ഇപ്പം ഞാൻ ദൈവപുത്രൻ എന്നിൽ ജീവിക്കുന്നു. ഞാനിപ്പോൾ ജഡത്ത് ജീവിക്കുന്നതോ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്ത് വിശുദ്ധിക്ക് വേണ്ടി എന്തൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റൂ അതൊക്കെ ഞാൻ ചെയ്യാമെന്നല്ല. പിന്നെന്താണെന്നറിയാമോ? ദ ലൈഫ് ഐ നൗ ലിവ് ഇൻ ദ ഫ്ലഷ് ഐ ലിവ് ബൈ ഫെയ്ത്ത് ഇൻ ദ സൺ ഓഫ് ഗോഡ്. വിശ്വാസത്താൽ എനിക്ക് വേണ്ടി മരിച്ചവനാകുന്ന, അല്ലേ, എന്നെ സ്നേഹിച്ച് തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രങ്കലുള്ള വിശ്വാസത്താൽ അത്രേ ജീവിക്കുന്നത്. ഇതിൻ്റെ കാര്യം എന്നാണെന്നറിയാമോ? നമ്മൾ വായിച്ച ആ വേദഭാഗത്തെ ഒറ്റ ഒരു സെൻറ്റൻസ് വായിച്ച് ഞാൻ അവസാനിപ്പിക്കാം. 1-ാം അധ്യായം മലയാളം വേദപുസ്തകത്തിൽ 1:4. ഇംഗ്ലീഷിൽ I don't know which verse is that. 1:4 ഒന്ന് വായിച്ചുള്ളൂ. ഇപ്പോഴത്തെ ദുഷ്ടലോകത്തിൽ നിന്ന് നമ്മെ വിടുവിക്കേണ്ടതിന് നമ്മുടെ പാപങ്ങൾ നിമിത്തം തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തവനായ. അപ്പോൾ എന്താണ് ഈ സുവിശേഷ ഈ ക്രൂശിൻ്റെ ആ ഇഫക്റ്റ് എന്താ? വീണ്ടും ജനിച്ചെങ്കിൽ എന്നാ സംഭവിക്കുന്നത്? പോൾ പറയുക,
who gave himself for our sins to deliver us from the present evil age. ഈവിൾ ഏജ് എന്താ? ഈവിൾ ഏജിൻ്റെ എല്ലാം അത് നമ്മുടെ തലയ്ക്കകത്ത് ഇങ്ങനെ നിറച്ചുകൊണ്ടിരിക്കുക. അത് നമ്മൾ ചിന്തിക്കരുത് തിയേറ്ററിൽ പോയി സിനിമ കാണുന്ന മാത്രമാണ് ഈ വിളേജ്. അല്ല, നമ്മുടെ അത്യാഗ്രഹം ഈ വിളേജിൻ്റെ വലിയൊരു പ്രത്യക്ഷമായ ലക്ഷണമാണ് കേട്ടോ. എന്നോട് എഗ്രി ചെയ്യലെന്ന് എനിക്കറിയാം, എങ്കിലും ഞാൻ പറയുക, ദൈവം നമുക്ക് നമ്മുടെ ഈ ശരീരത്തിന് വേണ്ടതൊക്കെ തന്ന് അത്യത്ഭുതകരമായിട്ട് നടത്തുകയും പാർക്കാനൊരു വീടും തലയുടെ മുകളിൽ മഴവെള്ളം വീഴാതെ ഒരു കൂരയും വസ്ത്രവും എല്ലാം ധാരാളമായിട്ട് ദൈവം തന്നിരിക്കുമ്പം നമ്മളെന്തോ ചെയ്യും? ഒന്ന് വെച്ച് കഴിയുമ്പം അത് എങ്ങനെയും റീമോർട്ട്ഗേജ് ചെയ്ത് അടുത്ത്. അയ്യോ, ബ്ലസ്സൻ എന്നോട് പിണങ്ങും, എനിക്കറിയാം. പ്രസൻറ്റ് ഈവിൾ ഏജ് എന്താ? പിന്നെന്തുവാ? പിന്നെ എനിക്ക് എവിടെ സമയം? പുസ്തകം വായിക്കാൻ സമയമുണ്ടോ? കാരണം ഒന്നിൻ്റെ തീർന്നില്ല, അടുത്തത് അവിടെ കിടക്കുക. ഇതിനകത്ത് എവിടെ ചെന്ന എന്നാ ഞാൻ ഇഫ് യു ഹാവ് ദ വേർ വിത്ത് യു ഹാവ് ദ മീൻസ്, വാട്ട് എവർ ദൈവം തരുന്നത് സന്തോഷത്തോടെ അനുഭവിച്ചു. അതിനൊന്നും ഞാനെതിരല്ല. പക്ഷെങ്കിൽ ഞാൻ ഒരു ചെറിയ ഉദാഹരണം, നമ്മൾ പലപ്പോഴും ഈ പ്രസൻറ്റ് ഈവിൾ ഏജ് എന്ന് പറഞ്ഞാൽ പിശാച് നമ്മളെ കുടുക്കി. അപ്പോൾ അതിനെ പ്രോത്സാഹിപ്പിക്കാൻ ഒത്തിരി പേര് ഉണ്ടെന്നേ. ദൈവം നിന്നെ മാനിക്കും, ദൈവം നിനക്ക് 5 വീട് തരും, 10 വീട് തരും. ഇതൊക്കെയാണ് വേറൊരു സുവിശേഷം. കാരണം എൻ്റെ മാനസാന്തരപ്പെടാത്ത, വീണ്ടെടുക്കപ്പെടാത്ത ലൗകികരായിട്ടുള്ളവർ ആഗ്രഹിക്കുന്നത് എന്തൊക്കെയാണോ അത് ഞാനും ആഗ്രഹിക്കുക. അതിനിപ്പോൾ എനിക്കൊരു നല്ല ഹെൽപ്ഫുള്ളായിട്ടൊരു ഒരു സെർവൻ്റ് ഉണ്ട്. അതാരാന്നറിയാമോ? യേശു. Christ is no longer the Lord. If Christ is Lord, യേശു കർത്താവാണെങ്കിൽ let him decide. നമുക്ക് നമ്മുടെ ജീവിത സാഹചര്യങ്ങളെല്ലാം നമുക്ക് ആവശ്യമാണ്. പക്ഷെങ്കിൽ ദൈവമക്കളെ, കർത്താവിനോടുള്ള ഭക്തിക്കും ദൈവത്തെ സ്നേഹിക്കുന്നതിൽ നമ്മുടെ ആത്മീകമാകുന്ന ജീവിതം നന്നാകുന്നതിനും തടസ്സമായിട്ട് വരുന്നതൊന്നും ദൈവത്തെങ്കിൽ നിന്നുള്ളതല്ല. അതൊന്നുമല്ല. അത് നിങ്ങൾ പറയും ഉപദേശിക്കും, ഇതൊക്കെ പറയാം. ഞങ്ങളുടെ കാര്യം എനിക്കറിയാം സഹോദരങ്ങളെ. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മളെ നടത്താൻ വിശ്വസ്തന, അതിനകത്ത് എനിക്ക് യാതൊരു തർക്കവുമില്ല. God provides, no doubt about that. But എന്തിനു വേണ്ടിയിട്ടാ? നമ്മൾ ആർക്ക് വേണ്ടിയുള്ളവരാ? നമ്മൾ കർത്താവിന് വേണ്ടിയുള്ളവരാ. അതുകൊണ്ട് നിത്യതയ്ക്ക് വേണ്ടി നമ്മൾ ഒരുങ്ങണം. നമ്മുടെ ആ ഇൻവെസ്റ്റ്മെൻ്റൊക്കെ ആ ഒരു ലക്ഷ്യത്തിലോട്ട് പോകണം. പലരും പറയാറുണ്ട് ലോങ് ടേം ഇൻവെസ്റ്റ്മെൻ്റ് എന്ന്. ഞാനും അത് തന്നെയാണ് പറയുന്നത്. ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ്, കർത്താവിന് വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടി, സുവിശേഷത്തിന് വേണ്ടി, അതിനു വേണ്ടിയിട്ടാണ് ദൈവം നമ്മളെ വിളിച്ചത്. ഇതെല്ലാം നമ്മുടെ സാങ്ക്ടിഫിക്കേഷൻ്റെ ഒരു പാർട്ടാണ്. കാരണം ക്രിസ്തു മരിച്ചത് ഇപ്പോഴത്തെ ദുഷ്ടലോകത്തിൽ നിന്ന് എന്നെയും നിങ്ങളെയും വിടുവിക്കാനാണ്. അത് നമ്മൾ മറക്കരുത്. ഈ ദുഷ്ടലോകത്തിൽ നിന്ന്, ഈ ദുഷ്ടലോകക്കാർ പറയുന്ന സകല ആശയവും നമ്മളും ഇങ്ങോട്ടിങ്ങ് എടുത്തേക്കുക. നമ്മൾ അറിയാതെ ഇതിനകത്ത് അങ്ങായി പോകാം. നോ,
ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് അതല്ല. കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി നമുക്ക് നിൽക്കാം. ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നതിൽ വിശ്വസ്തയോടെ കർത്താവിനെ നമുക്ക് സേവിക്കാം. അതിനായിട്ട് ദൈവം നമുക്കിടയാകട്ടെ. നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ ദാസൻ പ്രിൻസ് ദയവായിട്ട് പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് മീറ്റിംഗ് അവസാനിപ്പിക്കും.